ഞാനിപ്പോഴും റെക്കോർഡ്സ് ധോനി എന്നായിരിക്കും പറയുക. പക്ഷെ എല്ലാ ഫോർമാറ്റും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഗാംഗുലിയാണ് ഏറ്റവും മുകളിൽ. എന്താ വെച്ചാൽ ഒരു വേൾഡ് കപ്പ് ഫൈനലിലെത്തി, ഒരു ചാമ്പ്യൻസ് ട്രോഫി ജയിച്ചു, വേറൊരു ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിലെത്തി, പിന്നെ പാകിസ്ഥാനിൽ പോയി സീരീസ് ജയിക്കണു, ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് ഡ്രോ ആക്കണു. ഇതൊന്നും നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ല. 81 നമ്മളൊരു സീരീസ് ഡ്രോ ആക്കി. പക്ഷെ അത് ഇത്രയും നല്ലൊരു ഗ്രെഗ് ചാപ്പലൊക്കെയുള്ള ടീമാണ്. പക്ഷെ അത് 3 ടെസ്റ്റ് സീരീസ് ആയിരുന്നു, ഇത് 4 ടെസ്റ്റ് സീരീസ്. ഏറ്റവും ശക്തമായ ടീം ഓസ്ട്രേലിയ ആയിരുന്ന കാലത്ത്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ പിന്നെ ആ ജനറേഷനിലായിട്ടുള്ളൊരു മാറ്റം വരുത്തിയത് കാരണം ധോനി വന്നപ്പോഴേക്കും ആ ഒരു ഇന്ത്യൻ ക്രിക്കറ്റിൽ ആ ഒരു ആത്മവിശ്വാസം ഉണ്ട്. എന്തുകൊണ്ട്? ഗാംഗുലിയുടെ ആ തലമുറയുടെ ആ അച്ചീവ്മെൻറ്റ്സ് കാരണം. എനിക്ക് തോന്നുന്നു ഞാനും സാറ് ഏറെക്കുറെ ഒരു പോയിന്റിലാണ് എത്തിയെന്ന് തോന്നുന്നു. കാരണം ആകത്തുകയിൽ ഗാംഗുലി ബെസ്റ്റ് ക്യാപ്റ്റൻ, ടെസ്റ്റിൽ കോഹ്ലി ഒരു മികച്ച ക്യാപ്റ്റൻ ആയിരുന്നു. അതേസമയം ഞാൻ ധോനിയും രോഹിത്തും ഏകദേശം ഈക്വലാണ്. പക്ഷെ എന്നാലും ഞാൻ ധോനിക്കാണ് വോട്ട്. കപിൽ ദേവിൻ്റെതാണെങ്കിൽ എന്താ പറയുക, ഒരു മിത്ത് കഥകളിൽ